നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി സ്പോൺസറുടെ അനുവാദം കൂടാതെ തന്നെ സ്പോൺസർഷിപ്പിൽ മാറ്റം വരുത്താം. ഇത്തരം നിയമം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സൗദിയാണ്. വാർത്തയിലേക്ക്. വിദേശ ജോലിക്കാരുടെ സ്പോൺസർഷിപ്പ് മാറ്റവും റീ എൻട്രി എക്സിറ്റ് വിസ നടപടികളും സ്പോൺസറുടെ അനുവാദമില്ലാതെ അനുവദിക്കുന്നതിനെ കുറിച്ച് സൗദി തൊഴിൽ മന്ത്രാലയം ചർച്ച നടത്തി. സ്വകാര്യ മേഖലാ പ്രതിനിധികളുമായും വ്യവസായ പ്രമുഖരും ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. ചർച്ചയിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് തൊഴിൽ മന്ത്രാലയം റിപ്പോർട്ടും തയ്യാറാക്കും. കിങ് അബ്ദുൽ അസീസ് നാഷണൽ ഡയലോഗ് സെന്ററിൽ വെച്ചാണ് തൊഴിൽ മന്ത്രാലയം ചർച്ച സംഘടിപ്പിച്ചത്. രാജ്യത്തെ തൊഴിൽ മേഖല മെച്ചപ്പെടുത്തലായിരുന്നു ചർച്ചയിലൂടെ പ്രധാന ലക്ഷ്യം എന്നത്. അങ്ങനെ ഒപ്പം വിദേശത്ത് സൗദിയുടെ സൽപ്പേര് നിലനിർത്താനും ഉപകരിക്കുന്ന നിരവധി നിർദ്ദേശങ്ങൾ ചർച്ചയിൽ വരികയുണ്ടായി. തൊഴിലുടമയുടെ അനുവാദം കൂടാതെ സ്പോൺസർഷിപ്പ് മാറുക, റീ എൻട്രി എക്സിറ്റ് വിസ നടപടികൾ സ്വന്തമായി പൂർത്തീകരിക്കാനാവുക എന്നതാണ് മുഖ്യമായും ഇതിലൂടെ ചർച്ച ചെയ്തത് തന്നെ. തൊഴിലാളി സൗദിയിൽ വന്ന് 1 വർഷമോ അതല്ലെങ്കിൽ മുൻകൂട്ടി നിർണയിക്കുന്ന കാലാവധിയോ പിന്നിടുന്നതോടെ പുതിയ തൊഴിലുടമയിലേക്ക് മാറാൻ അനുവാദം ഉണ്ടാവണമെന്നാണ് നിർദ്ദേശം. അതുപോലെ വിദേശ ജോലിക്കാർ ഉദ്ദേശിക്കുന്ന സമയത്ത് റീ എൻട്രി വിസയിൽ പോകാനും സാധിക്കണം. എന്നാൽ ഇത്തരത്തിൽ രാജ്യം വിടുന്നവർ നിശ്ചയ കാലാവധിക്കുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ 5 വർഷത്തേക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് വരാൻ അനുവദിക്കരുതെന്ന് നിബന്ധന ഉണ്ടായിരിക്കണം. പ്രൊഫഷൻ പരിഗണന കൂടാതെ എല്ലാവർക്കും ഇത് അനുവദിക്കണമെന്നാണ് ചർച്ചയിൽ നിർദ്ദേശം വച്ചിരിക്കുന്നത്. എന്നാൽ എക്സിറ്റ് വിസയിൽ പോകുന്നയാൾ തൊഴിലുടമയുടെ അനുവാദം വാങ്ങേണ്ടതുണ്ടെന്നും അഭിപ്രായമുയർന്നു. കരാർ കാലാവധി കഴിയുന്നതിന് മുമ്പ് എക്സിറ്റിൽ പോകുന്നവർക്ക് 5 വർഷത്തേക്ക് പുതിയ തൊഴിലുടമയുടെ കീഴിൽ വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുകയുണ്ടായി. അങ്ങനെ രാജ്യത്ത് നിലവിലുള്ള തൊഴിലാളികളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക, റിക്രൂട്ടിംഗ് കുറയ്ക്കുക, വിദേശത്ത് സൗദിയുടെ സൽപ്പേര് ഉയർത്തുക, അവകാശ ലംഘനം കുറയ്ക്കുക എന്നിവയാണ് പുതിയ ചർച്ചയിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ലക്ഷ്യമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.